എന്തേലും ഉണ്ട് പ്ലീസ് ഗൈസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. പൊന്നു മുത്തുമണികളെ. എൻ്റെ വിനുവേട്ട പോയോ? പിന്നെ സുഖം എന്ന് പറയണുണ്ട് കുഞ്ഞിക്ക. പിന്നെ അതിലെ വേറെ എന്താണ് വിശേഷം പറയൂ. അതിലെന്ന് വിളിക്കണമുണ്ട്, വിളിച്ച് സ്നേഹം പറയണുണ്ട്. KN വ്ലോഗ് കുഞ്ഞിക്കാന്ന് വിളിച്ച് സ്നേഹം പറയണുണ്ട്. അതിൽ KN എന്ന് വിളിച്ചിട്ട് സ്നേഹം പറയണുണ്ട്. അതിൽ ബിഗ് ബോസിൽ പോകും എന്ന് പോകും. ഞാനോ? ഇല്ല. അവിടെ ഇന്ന് ചിക്കനാണ്. രമ്യയുടെ ചിക്കനാണോ? എനിക്കിന്ന് ഇവിടെ എനിക്കും ചിക്കൻ ഉണ്ട്. ചോറിന് ഉച്ചയ്ക്ക് ചിക്കൻ എന്തായിരുന്നു? അവിയൽ, ചിക്കൻ, പീയണിക്കയില്ലേ പംകിൻ, അതും പിന്നെ ടൊമാറ്റോയും കൂടി ഇട്ട് ഒരു ഒഴിച്ചുകറി, തേങ്ങ അരച്ചിട്ടുള്ള ഒഴിച്ചുകറി വെച്ചു. പിന്നെന്താ പയർ തോരൻ, ഉണക്കമീൻ കറി ഉണ്ടായിരുന്നു. പിന്നെ വേറെ എന്താ ചേന മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു. ചേന മെഴുക്കുവരട്ടി ഇന്നലത്തേതായിരുന്നു. പിന്നെ വേറെ ഉണ്ടായിരുന്നത് അച്ചാറുണ്ടായിരുന്നു. അതൊക്കെയായിരുന്നു ഉച്ചകൂടെയുള്ള സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ. പിന്നെ നൈറ്റ് ചപ്പാത്തി, വെജിറ്റബിൾ കുറുമ, അതായത് ബീൻസ്, കോളിഫ്ലവർ, ക്യാരറ്റ്, പൊട്ടാറ്റോ ഇത്രയും കൂടി ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത്. സ്റ്റൂവാണ് വെച്ചത് ഞാൻ, വെജിറ്റബിൾ സ്റ്റൂ. വെജിറ്റബിൾ കുറുമയായിട്ടാണ് വെച്ചത്, സ്റ്റൂ ആയിട്ടല്ല വെച്ചത്, കുറുമയാണ് വെച്ചത് ഞാൻ. പിന്നെ അങ്ങനെ അതായിരുന്നു ഇന്ന്. പിന്നെ അവിടെ ഇന്ന് ചിക്കനാണ്. ഓക്കെ അതിലെ ഞാൻ അറിഞ്ഞില്ല. നീ തള്ളി മറിച്ചതാണോ എന്ന് എനിക്കറിയത്തില്ല. പ്ലീസ് 8 ലൈക്കേ ആയിട്ടുള്ളൂ. 5 പേര് ഇനിയും നിൽപ്പുണ്ട്. ലൈക്ക് അടിക്കാത്തവരൊന്ന് ലൈക്ക് അടിക്കൂ പ്ലീസ്. എൻ്റെ കുഞ്ഞു മുത്തുമണികളെ പ്ലീസ്. കുരുമുളക് ഇട്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. കുരുമുളക് ഇട്ട് ഇച്ചിരി ഇട്ടിട്ടുണ്ട്. പിന്നെ വേറെ എന്തുണ്ട് വിശേഷം പറയൂ. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ ഗൈസ്. വിശേഷങ്ങളൊക്കെ പറയൂ. കുറച്ച് കഴിഞ്ഞ് രമ്യ ലൈവ് ഇടും എന്ന് പറയുന്നുണ്ട്. ആണോ? ഓക്കെ. പിന്നെ വേറെന്താ, ഞാൻ ഇന്നലെ രമ്യയുടെ അടുത്ത് ഉടക്കി. അതായത് രമ്യയുടെ 2 ലൈവിൽ ഞാൻ വന്നിട്ട് ഞാൻ ഇന്നലെ മെസ്സേജ് ഇട്ടിട്ട് ഒരു മെസ്സേജ് മാത്രമേ രമ്യ വായിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള ഒറ്റ മെസ്സേജും രമ്യ വായിച്ചിട്ടില്ല. പക്ഷെ ആ ലൈവ് തീരുന്നതിൽ ഒരു 10-15 മിനിറ്റ് മുന്നേ വരെ ഞാൻ ആ ലൈവിലുണ്ടായിരുന്നു. ഞാൻ 2 ഇതിലും വന്നു. എനിക്ക് ഭയങ്കര സങ്കടവും ദേഷ്യവും. എനിക്കാണെങ്കിൽ ഇന്നലെ വയ്യായിരുന്നു. അപ്പോൾ ഞാൻ പറയില്ല, എക്സസൈസൊക്കെ ചെയ്തപ്പോഴത്തേക്ക് കുറച്ച് ക്ഷീണവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് വയ്യായിലേക്ക് എന്നിട്ട് കിടന്നിട്ട് ഉറക്കവും വരുന്നില്ല. അങ്ങനെയാണ് ഞാൻ ആ ലൈവിലോട്ട് വന്നത്. വന്നിട്ട് മെസ്സേജ് ഇട്ടിട്ടൊന്നും ഒരു അനക്കവും ഇല്ല. അങ്ങനെ വിഷമം വന്നു. പിന്നെ ലൈവിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്നിട്ട് രാത്രിയായപ്പോൾ ഞാൻ വിളിച്ചു വിട്ടു, എന്തടി വട്ടി എൻ്റെ മെസ്സേജ് വായിക്കാതെ ചോദിച്ചിട്ട്. അപ്പോൾ അയ്യോ കണ്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഇനി ലൈവിൽ വരുന്നില്ല. ഇനി തേങ്ങാപ്പാൽ ചേർത്തോ? ഇല്ല, അതിലെ തേങ്ങാപ്പാലല്ല ചേർക്കുന്നത്. നിങ്ങളുടെ അവിടുത്തെ ഒട്ടകത്തിൻ്റെ പാലാണ് ഇവിടെ ചേർക്കുന്നത്. ഒട്ടകപ്പാൽ ചേർത്തിട്ടാണ് ഇവിടെ ഇപ്പോൾ വെക്കുന്നത്. പാൽപ്പൊടി ചേർക്കും. ഹായ് ജാക്ക് മുത്തേ, ചക്കരേ, തങ്കമേ. എടാ ജാക്ക് മുത്തേ, നീ എന്താണ് വരാത്തത്? അന്ന് നീ കഴിക്കാൻ സമയം 8 മണി എങ്ങാണ്ടോ കഴിഞ്ഞല്ലോ. അപ്പോൾ അത് കാരണമാണ് ഞാൻ അന്ന് ലൈവ് ഓഫ് ചെയ്തിട്ട് പോയത്. ഫുഡ് കൊടുക്കണം അമ്മയ്ക്ക്. അപ്പോൾ സമയമായിപ്പോയി. പിന്നെ നിൽക്കാൻ പറ്റത്തില്ല ലൈവിൽ. പക്ഷേ നീ അപ്പോഴത്തേക്കും പോയി കളഞ്ഞു. ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ലൈവ് ഇട്ട്. പക്ഷെ നീ വന്നില്ല. ലൈവായി പോയി എന്ന് പറയുന്നുണ്ട്. എനിക്ക് നീ കൊള്ളാമല്ലോ അതിലൂത്തേ. പിന്നെ ഞാൻ രമ്യയോട് പറഞ്ഞോളാം, ഒരു കുഴപ്പമില്ല. അവളെ വിളിച്ചതിനെ കണക്കിന് കൊടുത്ത്, ഇന്നും കൊടുത്ത്, 2 പ്രാവശ്യമായിട്ട് കൊടുത്ത്. എൻ്റെ ദേഷ്യം തീരുന്നത് വരെ ഞാൻ അവളെ ചിത്താൻ പറയും. പിന്നെ വേറെ എന്താണ് വിശേഷം? 4 പേരുണ്ട്. പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യൂ. ജാക്ക്, നീ പോയോ? നീ ബംഗാളിയുടെ ലൈവിൽ ഒരിടത്ത് പോയോ? പിന്നെ വേറെ എന്തുണ്ട് ജാക്ക് വിശേഷങ്ങൾ പറയൂ. സുഖമാണോ ജാക്ക്? നീ ഭക്ഷണം കഴിച്ചോ? അതിലെ പിന്നെ എന്താണ് വിശേഷം? അതിൽ മുത്തേ ചക്കരേ, നീ പറയൂ വിശേഷങ്ങളൊക്കെ. നീ എന്താ മെസ്സേജ് കാണിട്ടായിരുന്നു?